യൂട്യൂബ് ചാനൽ. അപ്പോൾ ഈ വീഡിയോ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് തമ്മിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ സിക്കിം പോയ വിശേഷങ്ങൾക്കപ്പുറം നമ്മുടെ എക്സ്പെൻസ് റിലേറ്റഡ് ആയിട്ടും ട്രാവൽ കാര്യങ്ങളും പെർമിറ്റ് ആയിട്ടുള്ള കാര്യങ്ങളും ഒക്കെ പെർമിറ്റ് റിലേറ്റഡ് ഒക്കെ ഞാനൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാമെന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പം ചെയ്യാമെന്ന്. കാര്യം നാളെ ന്യൂ ഇയർ ആണ്, January 1st ആണ് 2026. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ വർഷം ഇത് തീർക്കാം, ക്ലോസ് ചെയ്യാമെന്ന് വിചാരിച്ചു. കാര്യം സിക്കിമിൽ നമ്മൾ പോയത് 2025 അപ്പോൾ ആ ഡീറ്റെയിൽസ് അറിയുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നെക്സ്റ്റ് ഇയർ ഈ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യാം. സോ കൂടുതൽ ലേറ്റ് ആക്കണ്ട, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം ഞാൻ കവർ ചെയ്യുന്നത് സിക്കിം നിങ്ങൾക്ക് നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്. ഇതിൽ നോർത്ത് സിക്കിം പോവുകയാണെങ്കിലാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രിപ്പയർഡ് ആയിട്ട് പോകാനുള്ളത്. അപ്പോൾ അതായിട്ട് റിലേറ്റഡ് ആയ കാര്യങ്ങളൊക്കെ ഞാൻ കൂടുതൽ പറയാം. ആൻഡ് നോർത്ത് സിക്കിം എന്ന് പറയുമ്പം അവിടെയാണ് നിങ്ങൾക്ക് ശരിക്കും ഈ മഞ്ഞും തണുപ്പും ഒക്കെ കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നത്. ആൻഡ് കൂടുതൽ ബോർഡർ സൈഡ് എന്ന് പറയുന്നതും പ്ലസ് വെസ്റ്റ് സിക്കിമും അതുപോലെ തന്നെയാണ്. കാര്യം നാഥുല പാസ് അവിടെയാണ് ഉള്ളത്. അതിലോട്ട് ഞാൻ വരാം. സോ ആദ്യം നോർത്ത് സിക്കിം നമുക്ക് ടാർഗറ്റ് ചെയ്യാം. സോ ആദ്യം തന്നെ ഞങ്ങൾ പോയ ഒരു ടൈം എന്ന് പറയുന്നത് ഡിസംബർ ഫസ്റ്റ് വീക്കാണ്. അപ്പോൾ നിങ്ങളൊരു ഒരു ഡിസംബർ നവംബർ ഒക്കെ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് മഞ്ഞ് കാണാം, എക്സ്പീരിയൻസ് ചെയ്യാം. പക്ഷെ നിങ്ങൾക്കൊരു മഞ്ഞ് തടസ്സമാവില്ല ട്രാവൽ ചെയ്യാനാണെങ്കിൽ. ഇപ്പം Jan-Feb ഒക്കെ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പല സ്ഥലങ്ങളിലും പോകാൻ പറ്റില്ല. കാരണം അത്രയ്ക്കും ബ്ലോക്ക് ചെയ്യും മഞ്ഞ് വന്നിട്ട്. സ്നോ ഫുൾ ആയിക്കഴിഞ്ഞാൽ റോഡൊക്കെ ബ്ലോക്ക്ഡ് ആയിരിക്കും. സോ അതൊന്ന് മൈൻഡിൽ വെച്ചിട്ട് പ്ലാൻ ചെയ്യാം. ആദ്യം തന്നെ നമുക്ക് എങ്ങനെയാണ് സിക്കിം പോകാൻ പറ്റുന്നത്, ഈ സിക്കിമിൽ എന്തുണ്ട്, അവിടുത്തെ സ്ഥലങ്ങളെ പറ്റിയിട്ടൊന്നും ഞാൻ പറയുന്നില്ല. ബിക്കോസ് ഞാൻ പോയ സ്ഥലങ്ങൾക്ക് ഞാൻ വീഡിയോസിൽ ആഡ് ചെയ്തിട്ടുണ്ട്. എക്സ്പെൻസും പെർമിറ്റ്സ് എങ്ങനെ എടുക്കാം, എങ്ങനെ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് സിക്കിം പോവാം എന്നുള്ളത്. സോ ആദ്യം തന്നെ നമ്മൾ എങ്ങനെയാണ് പോയെന്നുള്ളത് പറയാം. സോ സിക്കിം പോകണമെങ്കിൽ നമുക്ക് എന്തായാലും വെസ്റ്റ് ബംഗാൾ ടച്ച് ചെയ്തിട്ടേ പോകാൻ പറ്റുള്ളൂ. കാര്യം സിക്കിമിൽ ഡയറക്റ്റ് ട്രെയിൻ ഇല്ല. ഫ്ലൈറ്റ് ഗാംഗ്ടോക്ക് എയർപോർട്ടുണ്ട്, പക്ഷെ അവിടെ വളരെ ലിമിറ്റഡ് ഫ്ലൈറ്റ്സേ ഉള്ളൂ. മിക്ക ഫ്ലൈറ്റ്സും ബാർഡോഗ്ര എയർപോർട്ടിലായിരിക്കും എൻഡ് ചെയ്യുക. അതായത് സിക്കിമിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ മിക്ക ഫ്ലൈറ്റ്സും അവിടെ ആയിരിക്കും. അവിടെ ഇറങ്ങിയിട്ട് വേണം നിങ്ങൾക്ക് സിക്കിമിലേക്ക് പോകാനായിട്ട്. സോ ഇത് നമുക്ക് ട്രെയിൻ പ്ലാൻ ചെയ്യാം, ഇല്ലെങ്കിൽ നമുക്ക് ഫ്ലൈറ്റ് പ്ലാൻ ചെയ്യാം. ട്രെയിനാണ് പ്ലാൻ ചെയ്യുന്നതെങ്കിൽ നമ്മൾ ജൽപാൽഗുരി എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷൻ, അതായത് വെസ്റ്റ് ബംഗാൾ ഉള്ള ആ സ്റ്റേഷനിലാണ് നമ്മൾ പോവേണ്ടത്. നമ്മൾ ബാംഗ്ലൂരിൽ നിന്നാണ് പോയത്. ബാംഗ്ലൂരിൽ നിന്ന് പോകുകയാണെങ്കിൽ ഒരു AC ക്ലാസ്, സെക്കൻഡ് ക്ലാസ്സോ തേർഡ് ക്ലാസ്സോ ഒക്കെ എടുക്കുകയാണെങ്കിൽ നമുക്കൊരു 2K സംതിങ് ആയിരിക്കും. അതിലാണ് നമ്മൾ പോയിട്ടുള്ളത്. ഞങ്ങൾക്ക് ഒരു 2 day എടുത്തു അവിടെ എത്താനായിട്ട്. പക്ഷെ ഞങ്ങൾ എൻജോയ് ചെയ്യുന്ന ആൾക്കാരാണ്. ട്രെയിൻ യാത്ര നല്ല വൃത്തിയുള്ള ഒരു AC ക്ലാസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ വലിയ പ്രശ്നമില്ല. ബാംഗ്ലൂരിൽ നിന്ന് പോയപ്പോൾ ട്രിവാൻഡ്രത്ത് നിന്നും നിങ്ങൾക്ക് നോക്കാം ഓപ്ഷൻസ്. സ്ട്രെയിറ്റ് ട്രെയിൻ ഉണ്ടെങ്കിൽ അതെടുക്കാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കണക്റ്റിംഗ് ട്രെയിൻസ് ആയിട്ട് പോകാം, ഇറങ്ങിയിട്ട് പോവാം. അപ്പോൾ അതൊരു വൺ ഓഫ് ദ മോസ്റ്റ് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. കാര്യം ഫ്ലൈറ്റ് ആണെങ്കിൽ നമുക്ക് നേരത്തെ കൂട്ടി ബുക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു 6K to 7K വരും. സമയത്ത് ബുക്ക് ആണെങ്കിൽ നല്ല റേറ്റ് ഉണ്ടാവും. അപ്പം ഒരു 2 പേര് പോവുകയാണെങ്കിൽ അറൗണ്ട് 12 to 13K വൺ സൈഡ് നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാം ഫ്ലൈറ്റ് ആണെങ്കിൽ. ട്രെയിൻ ആണെങ്കിൽ അങ്ങോട്ട് പോകാൻ 2 പേർക്കാണെങ്കിൽ ഒരു 5.5 to 6K ഇത്രയായിരിക്കും വരിക. നേരെ പാതിയാണ് വരിക. സോ നിങ്ങൾക്ക് അങ്ങനെ ബഡ്ജറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ട്രെയിൻ വുഡ് ബി ഗുഡ്. ബട്ട് ഡേയ്സ് കൂടുതൽ വേണം. ടൈം നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ ട്രെയിനിൽ പോവാം, ഇല്ലെങ്കിൽ ഫ്ലൈറ്റ് ചൂസ് ചെയ്യാം. പോയി ഇറങ്ങേണ്ടത് ട്രെയിൻ ആണെങ്കിൽ ജൽപാൽഗുരി, ഫ്ലൈറ്റ് ആണെങ്കിൽ ബാർഡോഗ്ര എയർപോർട്ട്. അവിടുന്ന് നമ്മൾ ഷെയർഡ് ക്യാബ്, ട്രെയിൻ ആണെങ്കിലാണ് നമുക്ക് കൂടുതലും ഷെയർഡ് ക്യാബ് കിട്ടുക. എയർപോർട്ടിൽ നിന്ന് നമുക്ക് അധികം ബാർഡോഗ്ര എയർപോർട്ട് എന്ന് പറയുന്നത് വെസ്റ്റ് ബംഗാൾ ആണ്. അവിടുന്ന് നമുക്ക് അധികം ഷെയർഡ് ക്യാബ് കിട്ടുന്നതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. കിട്ടുമായിരിക്കും അന്വേഷിച്ചാൽ. പക്ഷെ റെയിൽവേ സ്റ്റേഷനിലാണ് നിങ്ങൾ ഇറങ്ങുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഷെയർഡ് ക്യാബ് കിട്ടും. അപ്പോൾ ഷെയർഡ് ക്യാബ് എടുക്കുക എന്ന് പറയുന്നത് ഒരു ജീപ്പായിരിക്കും, ഒരു 8-10 പേര് കൊള്ളുന്ന വലിയൊരു ജീപ്പായിരിക്കും. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഇപ്പം പെർ ഹെഡ് ഒരു 400-450 ആയിരിക്കും വരിക. നിങ്ങൾ ബാർഗെയിൻ ചെയ്യുന്ന പോലെ ഒരു 500-600 ഒക്കെ പറയും. 400 വരെയൊക്കെ നിങ്ങൾക്ക് ബാർഗെയിൻ ചെയ്യാൻ പറ്റും. 450ക്ക് നിങ്ങൾക്ക് പോവാം. പെർ ഹെഡ് 450 ആവുള്ളൂ. ഒരു 5 to 6 hours ജേർണി ഉണ്ട് റെയിൽവേ സ്റ്റേഷൻ, അതായത് വെസ്റ്റ് ബംഗാളിൽ നിന്ന് സിക്കിം പോകാനായിട്ട്. അപ്പോൾ അല്ലെങ്കിൽ പ്രൈവറ്റ് ക്യാബ് എടുക്കുകയാണെങ്കിൽ 3K to 4K ആകും. 4K ആകും നിങ്ങൾക്ക് പോകാനായിട്ട്. ഒരു പ്രൈവറ്റ് ആയിട്ട് നിങ്ങൾ ഒരു ക്യാബ് എടുത്തിട്ട് പോവുകയാണെങ്കിൽ. ഗാംഗ്ടോക്കാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. അവിടെ നിന്ന് നിങ്ങൾക്ക് സൗത്ത് സിക്കിം വേണമെങ്കിൽ എക്സ്പ്ലോർ ചെയ്യാം. ഈ സിക്കിമാണ് ഗാംഗ്ടോക്ക് എന്ന് പറയുന്നത്. അവിടെ MG Mart എന്ന് പറഞ്ഞിട്ടൊരു മാർക്കറ്റ് ഉണ്ട്. അവിടെയൊക്കെ നല്ല രസമാണ്. നിങ്ങൾക്ക് ഷോപ്പിംഗ് ആയിട്ടൊക്കെ പോകണമെങ്കിൽ സിക്കിം ഷോപ്പിംഗ് മെയിൻ സെൻറ്ററാണ് MG Mart എന്ന് പറയുന്ന മാർക്കറ്റ്. അവിടെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും സിക്കിം സ്പെഷ്യൽസ് എല്ലാം, ഡാർജിലിംഗ് സ്പെഷ്യൽ ആസ് വെൽ നമുക്ക് അവിടെ കിട്ടുന്നതാണ്.
സോ അതാണ് വൺ ഓഫ് ദ അട്രാക്ഷൻ ഇൻ ഗാങ്ടോക്ക്. നമ്മൾ അധികം ഗാങ്ടോക്ക് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അവിടുത്തെ ആ ഒരു സിറ്റി മാത്രമാണ് എക്സ്പ്ലോർ ചെയ്തത്. അവിടെ എത്തി 1 ഡേ കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ നമ്മൾ നോർത്ത് സിക്കിമിൽ പോവാണ്. നിങ്ങൾക്ക് നോർത്ത് സിക്കിം പോകണമെങ്കിൽ പെർമിറ്റ് വേണം. ആൻഡ് പെർമിറ്റ് നമുക്ക് തന്നെ എടുക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. ലോക്കൽസിന് സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പെർമിറ്റ് എടുക്കാൻ പറ്റൂ. അവർ വഴിയാണ് നമുക്ക് പെർമിറ്റ് എടുക്കാൻ പറ്റുന്നത്. അല്ലാണ്ട് നമുക്ക് വെറുതെ ഓൺലൈനിൽ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. നമ്മൾ അവിടെ പോകണം. അവിടെ പോയി ഗവൺമെൻറ് ആയിട്ടുള്ള ഏതൊരു നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്യുമ്പോൾ മനസ്സിലാവും. നമ്മൾ അവിടെ ചെന്ന് തന്നെ ചെയ്യണം. ഓൺലൈനായിട്ട് മാത്രം നമുക്ക് പെർമിറ്റ്സ് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അതിന് വേണ്ടിയിട്ട് അവിടുത്തെ ഒരു ലോക്കൽ പാക്കേജായിട്ട് കോർഡിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പെർമിറ്റ്സ് കിട്ടാനും നോർത്ത് സിക്കിം, അതായത് ലാച്ചിങ്ങിലെ സ്റ്റേക്കും വേണ്ടിയിട്ട്. കാര്യം ലാച്ചിങ് എന്ന് പറയുന്നത് നോർത്ത് സിക്കിമിലെ ഒരു സ്ഥലമാണ്. അവിടെ നമുക്ക് സ്റ്റേ എന്ന് പറയുമ്പോൾ നമുക്ക് വലിയ ഹോട്ടൽസും കാര്യങ്ങളൊന്നും കിട്ടില്ല. മൗണ്ടീനിയസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ അവിടെ നമുക്ക് സ്റ്റേ ഭയങ്കര ഈസി അല്ല. ഹോം സ്റ്റേസ് ഒക്കെ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ നേരത്തെ കൂട്ടി ബുക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങളുടെ സ്റ്റേ കുറച്ചുകൂടി ഈസി ആയിരിക്കും. ഓൾറെഡി നമ്മൾ വളരെ ടയേർഡായിട്ടായിരിക്കും അവിടെ എത്തിക്കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് സ്റ്റേ ഒക്കെ തപ്പി നടക്കാനുള്ള ബുദ്ധിമുട്ട് ഉണ്ടാവണ്ട. അതുകൊണ്ട് നേരത്തെ നമുക്കൊരു ടൂർ പെർമിറ്റ്സ് എടുത്ത് തരുന്നിടത്ത് തന്നെ നമുക്ക് പറഞ്ഞാൽ നമുക്ക് അവിടുത്തെ ഹോം സ്റ്റേസ് ഡീറ്റെയിൽസ് ഒക്കെ പെട്ടെന്ന് കിട്ടും. അത് നമുക്ക് പെട്ടെന്ന് ബുക്ക് ചെയ്യാം. അപ്പോൾ പെർമിറ്റ്സിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണ്ടത് പാസ്പോർട്ട് സൈസ് ഫോട്ടോയും നിങ്ങളുടെ ആധാർ കാർഡുമാണ്. അത് വെച്ചിട്ട് അവർ പെർമിറ്റ് റെഡിയാക്കും. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് വീണ്ടും ഷെയർഡ് ക്യാബ് തന്നെ ഞങ്ങൾ ചൂസ് ചെയ്തു. അതുകൊണ്ട് നമുക്ക് വീണ്ടും 400 to 500 ഇടയിലേ ആയിട്ടുള്ളൂ ഒരാൾക്ക്. അവിടെ നമുക്ക് 5 to 6 hours ജേർണി ഉണ്ട്. 5 to 6 അല്ല, അതിന് കൂടുതൽ എടുക്കും. കാര്യം അറൗണ്ട് 150 കിലോമീറ്റേഴ്സേ ഉള്ളൂ. പക്ഷേ റോഡ് എന്ന് പറയുന്നത് അത്ര ഡെവലപ്ഡ് അല്ല. വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു വേ ആണ് നമ്മൾ പോകുന്നത്. അതുകൊണ്ട് തന്നെ വളരെ സ്പീഡ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്തിട്ടേ പോകാൻ പറ്റുള്ളൂ. അധികം ഓവർ സ്പീഡിൽ പോകാൻ പറ്റില്ല. മറ്റേ ടൈം ഒരു വണ്ടിക്കേ പോകാൻ പറ്റും. അപ്പുറത്ത് നിന്ന് വണ്ടി വരാണെങ്കിൽ അത് ബുദ്ധിമുട്ടാണ്. പക്ഷേ ആ ഒരു വഴി അധികം ടൂറിസ്റ്റിനായിട്ട് അവർ ഡെവലപ്പ് ചെയ്തിട്ടില്ല. കാര്യം മിലിറ്ററി കൺട്രോളിലുള്ള ഏരിയ ആണത്. കംപ്ലീറ്റ് മിലിറ്ററി പ്രൊട്ടക്ഷനാണ് ബോർഡർ സൈഡ് ആയതുകൊണ്ട് തന്നെ. അതുകൊണ്ട് നോർത്ത് സിക്കിമിലോട്ട് അധികം നമുക്ക് ഒരുപാട് ക്രൗഡ് ഒന്നും ടൂറിസ്റ്റിനെ നമുക്ക് കാണാൻ പറ്റില്ല. ഗാങ്ടോക്കിലാണ് കൂടുതലും ആൾക്കാരുള്ളത്. ഗാങ്ടോക്കിൽ പോലും എനിക്ക് തോന്നുന്നു ഞാൻ ഒരു എക്സ്പെക്ട് ചെയ്ത ഒരു ക്രൗഡൊന്നും സിക്കിമില്ല. സിക്കിം ഇസ് നോട്ട് ലൈക്ക് കുളു മണാലി പോലെ. അത് കാശ്മീരോ കുളു മണാലി പോലെയൊന്നും അത്രയും ക്രൗഡഡ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഞാനിപ്പോൾ ഡിസംബർ സീസൺ ടൈമിലാണ് പോയിട്ടുള്ളത്. സ്റ്റിൽ ഐ ഫെൽറ്റ് അവിടെ അത്രയ്ക്കും ടൂറിസ്റ്റ് ഒന്നും ഇല്ല എന്ന് ഉണ്ട്. പക്ഷെ നമുക്ക് കമ്പയർ ചെയ്യുമ്പോൾ അവിടെ കുറച്ചുകൂടെ കുറവാണ്. അപ്പോൾ യെസ്, നമുക്ക് ലാച്ചിങ്ങിൽ അങ്ങനെ പോവാം. ലാച്ചിങ് ഉണ്ട്. ഈ 2 സ്ഥലമാണ് മെയിൻലി നോർത്ത് സിക്കിമിൽ എക്സ്പ്ലോർ ചെയ്യാനായിട്ടുള്ളത്. ഇവിടെ 2 നിങ്ങൾക്ക് പെർമിറ്റ്സ് ഉണ്ടെങ്കിലേ പോകാൻ പറ്റുള്ളൂ. എന്തൊക്കെ സാധനങ്ങൾ ക്യാരി ചെയ്യണം എന്നുള്ളത് ഞാൻ പറയാം ഈ പെർമിറ്റ്സിൻ്റെ കാര്യം കഴിഞ്ഞിട്ട്. അവിടെ മാത്രമല്ല നിങ്ങൾക്ക് പെർമിറ്റ് വേണ്ടത്. നിങ്ങൾക്ക് വേണ്ട വേറൊരു സ്ഥലമുണ്ട്, നാത്തുല പാസ്. നാത്തുല പാസ് നോർത്ത് സിക്കിം അല്ല, വെസ്റ്റ് സൈഡാണ്. തിരിച്ച് ഗാങ്ടോക്കിൽ വന്നിട്ട് അവിടെ നിന്ന് നമ്മൾ വെസ്റ്റ് സിക്കിമിലേക്ക് പോവാം. അവിടെയും നമുക്ക് ഇതുപോലെ നമുക്ക് സ്റ്റേയുടെ ആവശ്യമില്ല. നമുക്കൊരു 2-3 hours ഉള്ളൂ ജേർണി. പക്ഷേ നമുക്ക് പെർമിറ്റ്സ് വേണം. അത് ഇൻഡോ ചൈന ബോർഡർ ആണല്ലോ. അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ കയറണമെങ്കിൽ പെർമിറ്റ് വേണം. ആ പോകുന്ന വഴിക്ക് തന്നെയാണ് ബാബ മന്ദിരം ഉള്ളത്. അപ്പോൾ പെർമിറ്റ്സിന് വേണ്ടി നിങ്ങൾ മെയിൻലി നോക്കേണ്ടത് നോർത്ത് സിക്കിം പോവാൻ ലാച്ചിൻ പിന്നെ നാത്തുല പാസം വെസ്റ്റ് സിക്കിം. ഇത് 2മാണ് മെയിൻലി നമുക്ക് പെർമിറ്റ്സിന് ആവശ്യം. പിന്നെ അല്ലാണ്ട് നിങ്ങൾക്ക് പോകാനുള്ള സ്ഥലങ്ങൾ ചെറി ബ്ലോസം കാണാനാണെങ്കിലും പീലിംഗ് ആണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് പെർമിറ്റ്സിൻ്റെ ആവശ്യമില്ല. ജസ്റ്റ് നിങ്ങൾക്ക് റിസർച്ച് ചെയ്ത് നിങ്ങൾക്ക് തന്നെ പോകാമെന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ഈ സ്ഥലങ്ങളിൽ നമുക്ക് പെർമിറ്റ്സ് വേണം. അതുപോലെ ലോക്കൽ സപ്പോർട്ട് വേണമെന്നുള്ളൂ. സോ ഞാൻ പോയ ടൂർ പാക്കേജ് എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ ഫുൾ പാക്കേജായിട്ടല്ല എടുത്തിട്ടുള്ളത്. നമുക്ക് അത്രയ്ക്ക് എമൗണ്ടും ആയിട്ടില്ല. ഞങ്ങൾക്ക് അവരുടെ എമൗണ്ട് ആയത് അറൗണ്ട് 12 to 13K ആയിട്ടുള്ളൂ. എന്തിനാണ് അതായെന്ന് വെച്ചാൽ പെർമിറ്റ്സും ഈ എല്ലാ ദിവസത്തെ നമ്മുടെ ഷെയർഡ് ക്യാബിൻ്റെ എമൗണ്ടും പിന്നെ നമുക്ക് ലാച്ചിങ്ങിലെ ഫുഡ് എന്ന് പറയുന്നത് ഭയങ്കര നല്ല ഫുഡ് ഇൻ ദ സെൻസ് നമുക്ക് ഇഷ്ടപ്പെട്ട ഫുഡൊന്നും നമുക്ക് ഇല്ല. റൈസ്, ഡാൽ, ഒരു സബ്ജി, പിന്നെ ഒരു എഗ്ഗ്, ഇത്രയേ ഉള്ളൂ ഫുഡ്. അപ്പോൾ ഉച്ചയ്ക്കും രാത്രിയും ഒക്കെ അപ്പോൾ ഈ ഫുഡൊക്കെ അവർ തന്നെയാണ് അറേഞ്ച് ചെയ്യുക. കാര്യം ഞാൻ പറഞ്ഞില്ല, ഹോം സ്റ്റേയിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പം ഒരുപാട് ഷോപ്സ് ഒന്നും പോയി എക്സ്പ്ലോർ ചെയ്ത് കഴിക്കാനൊന്നും അങ്ങനെയൊന്നും പറ്റില്ല. അവിടെ ഭയങ്കര ഒരു റൂറൽ ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. കാര്യം അത്രയും ടോപ്പിലാണ്, ഒരു 16,000 feet above sea level ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ അത്രയും അവൈലബിലിറ്റി ഇല്ല ഫുഡിന് ആണെങ്കിലും. സോഴ്സ് ഓഫ് ഫുഡ് എന്ന് പറയുന്നത് അവർ ഗാങ്ടോക്കിൽ നിന്ന് കൊണ്ടുവരുന്ന ഫുഡാണ് ആക്ച്വലി കുക്ക് ചെയ്യുന്നത്. അപ്പോൾ അതും ചേർത്തിട്ടുണ്ട്. പിന്നെ ഗാങ്ടോക്കിലെ ഹോട്ടലിൽ നമ്മൾ അവർ വഴി തന്നെയാണ് എടുത്തത്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് 2 പേർക്ക് കൂടെ 12 to 13K നമുക്ക് ആയിട്ടുള്ളൂ. അപ്പം അത് അത്യാവശ്യം നല്ല അഫോർഡബിൾ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം 5 ദിവസം ഉണ്ടായിരുന്നു. 5 ദിവസം നമ്മൾ ഷെയർഡ് ക്യാബിൽ പോയി വരുന്നതാണെങ്കിലും പെർമിറ്റ്സിൻ്റെ കാര്യങ്ങളാണെങ്കിലും സ്റ്റേ ആണെങ്കിലും അവർ അറേഞ്ച് ചെയ്തത്.
അപ്പോൾ ഇതിന് ഒരു ഗുഡ് ഡീലായിട്ട് ഫീൽ ചെയ്തു. അപ്പോൾ അതാണ് ആ ഒരു എമൗണ്ട് ആയിട്ടുള്ളത്. അല്ലാണ്ട് നമ്മൾ ഫ്ലൈറ്റ് വൺ സൈഡ് ഫ്ലൈറ്റ് എടുത്തു, വൺ സൈഡ് ട്രെയിൻ എടുത്തു. അപ്പോൾ ഞാൻ എമൗണ്ട് പറഞ്ഞു ഓൾമോസ്റ്റ് ഒരു ആ ഒരു റേഞ്ചായി. പിന്നെ അല്ലാണ്ടുള്ള ഫുഡ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ഹോട്ടലിൽ തന്നെ ഉണ്ടായിരുന്നു. ലഞ്ച് ഡിന്നർ ഞാൻ പറഞ്ഞ പോലെ ലഞ്ചും ഇൻക്ലൂഡഡ് ആയിരുന്നു. അല്ലാണ്ട് ഗാങ്ടോക്കിലുള്ളൊരു 2 നൈറ്റ് മാത്രം നമ്മൾ അല്ലാണ്ട് സ്പെൻഡ് ചെയ്ത് കഴിക്കാം. പിന്നെ നമുക്ക് എന്തെങ്കിലും ഷോപ്പിംഗ് ചെയ്യണമെങ്കിൽ ചെയ്യാം. ഞങ്ങൾക്ക് എല്ലാം കൂടെ ഈ ഒരു എക്സ്പെൻസ് ഈ ഒരു ഇൻസൈഡ് 50K ആണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടെ ആയിട്ടുള്ളത്. 50 ആയിട്ടുള്ള ഒരു 40s to 50 ആ ഒരു റേഞ്ച് നമുക്ക് ബഡ്ജറ്റ് നമ്മുടെ അതായിരുന്നു. അത് തന്നെ നമ്മൾ നിന്നു. എപ്പോഴും പ്ലാൻ ചെയ്യുമ്പോൾ കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ട്രാവൽ ചെയ്യാനുള്ള മോട്ടിവേഷൻ കൂടുമെന്ന് എനിക്ക് തോന്നുന്നു. കാര്യം നമ്മൾ ഇൻസൈഡ് ഇന്ത്യയിൽ നമ്മൾ പോവുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ പ്ലാനിങ് എഫക്റ്റീവായിട്ട് ചെയ്യാം. കാര്യം നമുക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ ഔട്ട്സൈഡ് ഇന്ത്യയും പറ്റുമായിരിക്കും. എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് ഇൻസൈഡ് ഇന്ത്യ നമുക്ക് കുറച്ചും കൂടെ നന്നായിട്ട് ഫിനാൻഷ്യൽ പ്ലാനിങ് ചെയ്യാൻ പറ്റും എന്ന് തോന്നുന്നു. കാര്യം നമുക്ക് ഫ്ലൈറ്റിൻ്റെ കോസ്റ്റൊക്കെ നമുക്ക് ഒന്നുകൂടെ കട്ട് ഡൗൺ ചെയ്യാം. ഔട്ട്സൈഡ് ഇന്ത്യ ആണെങ്കിൽ നമുക്ക് ഒരു രക്ഷയില്ല, ഫ്ലൈറ്റ് ബുക്ക് ചെയ്തേ പറ്റൂ. അത് മാത്രമല്ല ഫ്ലൈറ്റിൻ്റെ പ്രൈസ് എപ്പോൾ കുറഞ്ഞ് കൂടി അല്ലെങ്കിൽ എന്തെങ്കിലും റിവാർഡ് പോയിന്റ്സ് അതൊക്കെ വെച്ചിട്ട് മാത്രമേ നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇൻസൈഡ് ഇന്ത്യ ആകുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഓപ്ഷൻസ് കണക്ട് ചെയ്യാം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്ക് കുറച്ചുകൂടെ എഫക്റ്റീവായിട്ട് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ അത്ര ബഡ്ജറ്റ് ആവില്ല സിക്കിം പോയിട്ട് വരാനായിട്ട്. യെസ്, അപ്പോൾ അതായിരുന്നു ബഡ്ജറ്റിൻ്റെ കാര്യം. പെർമിറ്റിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. ഇനി നിങ്ങൾ മസ്റ്റായിട്ട് ക്യാരി ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും മെയിൻ സാധനം എന്ന് പറയുന്നത് ഓക്സിജൻ സിലിണ്ടർ എന്ന് പറഞ്ഞാൽ ഒരു സ്പ്രേ ബോട്ടിൽ പോലെ നിങ്ങൾക്ക് മേടിക്കാൻ കിട്ടും. നിങ്ങൾക്ക് ഒന്നിനും ഇവിടെ നിന്ന് മേടിക്കാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സിക്കിമിൽ പോയിട്ട് ഗാങ്ടോക്കിൽ നിന്ന് മേടിക്കാൻ പറ്റും. വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഒരുപാട് പേര് സെല്ല് ചെയ്യുന്നുണ്ടാവും. കാര്യം നമുക്ക് 0 പോയിന്റ് എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട് നോർത്ത് സിക്കിമിൽ. അതൊക്കെ പെർമിറ്റ്സ് വേണം, അതൊക്കെ അവർ എടുത്തോളും. നോർത്ത് സിക്കിം വേണമെന്ന് പറയുമ്പോൾ തന്നെ അവർ പറയും ഇന്ന സ്ഥലങ്ങളാണ് പെർമിറ്റ്സ് ആണ് എടുക്കേണ്ടതൊക്കെ അവർ പറയും. കാര്യം 0 പോയിന്റ് എന്ന് പറയുന്നത് എപ്പോഴും മൈനസ് ആയിരിക്കും, -ഡിഗ്രി ആയിരിക്കും വേറെ. അപ്പോൾ ഭയങ്കര ഓക്സിജൻ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് അവിടെ അധികം നേരം നിൽക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ ലാച്ചിങ് ലേക്കിൽ പോവുകയാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഓക്സിജൻ സിലിണ്ടർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ കുറച്ച് പേര് ഈ കപ്പൂരല്ലേ നമ്മുടെ, അതൊക്കെ മണപ്പിക്കുമ്പോൾ കുറച്ചും കൂടെ നന്നായിട്ട് ഓക്സിജൻ എടുക്കാൻ പറ്റുമെന്ന് പറയുന്നവരുണ്ട്, അത് യൂസ് ചെയ്യുന്നവരുണ്ട്. അപ്പം എല്ലാവരുടെ കയ്യിലും എന്തെങ്കിലും ഒരു ഇതുണ്ടാവും, ഒരു സേഫ്റ്റി മെഷർ പോലെ ഒരു കൊണ്ടുപോകുന്നുണ്ടാവും കാഷ്വാലിറ്റി പർപ്പസിനായിട്ട്. അപ്പോൾ അത് എന്തായാലും ക്യാരി ചെയ്യുക. രണ്ടാമത്തത് വെരി ഗുഡ് തേർമൽസ്. നിങ്ങളുടെ ബോഡി നിങ്ങൾ നന്നായിട്ട് കവർ ചെയ്യുക. കാര്യം അത്ര തണുപ്പാണ്. നമുക്ക് വെറുതെ ഒരു ഷർട്ട് അല്ലെങ്കിൽ ഒരു ടോപ്പ് ഇട്ടിട്ട് അതിൻ്റെ പുറത്തൊരു നല്ല കട്ടിയുള്ള ജാക്കറ്റ് ഇട്ടാലും നമുക്ക് സർവൈവ് ചെയ്യാൻ കുറച്ച് പാടായിരിക്കും. അപ്പം നല്ലൊരു തേർമൽസ് ഉണ്ടാവുക. ഡ്രസ്സ് വെയർ ചെയ്യുന്നതിന് മുന്നേ തേർമൽസ് വെയർ ചെയ്യുക, ദെൻ ഡ്രസ്സ് ഇടുക, എന്നിട്ട് ജാക്കറ്റ്, നല്ലൊരു ജാക്കറ്റ്, ഗ്ലൗസ്, ഹാറ്റ്, ബാക്കി എന്താണോ കാര്യങ്ങൾ, തൊപ്പി എല്ലാം ഉണ്ടാവണം. പിന്നെ നല്ലൊരു ബൂട്ട്സ് അല്ലെങ്കിൽ ഷൂസ് നല്ല അത്യാവശ്യം നല്ല ഗ്രിപ്പുള്ള വരണം. പിന്നെ സ്നോയിൽ പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് റെൻറ്റ് ചെയ്യാൻ പറ്റും. ഈ ബൂട്ട്സ്, വലിയ ബൂട്ട്സ് ഇല്ലേ, അത് നിങ്ങൾക്ക് റെൻറ്റ് ചെയ്യാം. ഒരു 200 റുപ്പീസൊക്കെ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് റെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് അതിൻ്റെ ആവശ്യമുള്ളത്. ഞങ്ങളും അതാ ചെയ്തത്. നല്ല ഷൂസാണ് നമ്മൾ വെയർ ചെയ്തിട്ടുള്ളത്, ബൂട്ട്സ് മേടിച്ചിട്ടില്ല. കാര്യം ഇതുപോലെ വല്ലപ്പോഴും ഇങ്ങനെ പോകുന്ന സ്ഥലങ്ങളിൽ മാത്രം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഈ സ്നോയിലൊക്കെ ഇടുന്ന ബൂട്ട്സ് ഇല്ലേ, അത് അവിടെ തന്നെ നമുക്ക് കിട്ടും. 200 കൊടുക്കണം റെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതായിരുന്നു മെയിൻ നമ്മൾ എന്തായാലും മസ്റ്റ് ആയിട്ട് ക്യാരി ചെയ്യേണ്ടതായിട്ട് നമുക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ലാച്ചിങ്ങിലൊക്കെ ഫുഡ് അത്യാവശ്യം ക്വാളിറ്റി നല്ലതായിരിക്കില്ല. അത് ഓൾറെഡി അവർ തന്നെ പറയും, നമ്മൾ ലാച്ചിങ് പെർമിറ്റ്സ് എടുക്കുമ്പോൾ അവർ തന്നെ പറയും ക്വാളിറ്റി ഭയങ്കരമായിട്ട് എക്സ്പെക്ട് ചെയ്യായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഫ്രൂട്ട്സ് എന്തെങ്കിലും ലോങ് ആയിട്ട് ക്യാരി ചെയ്യാൻ പറ്റുന്ന ഫുഡ് ഐറ്റംസ് ഉണ്ടെങ്കിൽ എന്തായാലും ക്യാരി ചെയ്യുക. പിന്നെ മെഡിസിൻസ്, മോഷൻ സിക്നസ് ഉള്ളവർക്ക് ഡെഫിനറ്റ്ലി മെഡിസിൻസ് എടുക്കാം. മോഷൻ സിക്നസ് ഇല്ലാത്തവർ പോലും വോമിറ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു നമ്മൾ ഈ നോർത്ത് സിക്കിമിലൊക്കെ പോകുമ്പോൾ. നല്ലുള്ള കറക്കാണ്, എത്തുമ്പോഴത്തേക്കും ഒരു പരുവാവും. ട്രാവലിംഗ് ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ഒരു കുഴപ്പമില്ല. പക്ഷെ അല്ലെങ്കിൽ നിങ്ങൾ മോഷൻ സിക്നസോ തലകറക്കോ ഒക്കെ ഉള്ളവരാണെങ്കിൽ മെഡിസിൻ ഡെഫിനറ്റ്ലി എടുക്കാൻ നിങ്ങൾക്ക് പോകാൻ അത്രയും ആഗ്രഹം ഉണ്ടെങ്കിൽ. ആൻഡ് ഈ ഒരു ട്രിപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോ വെസ്റ്റ് സിക്കിം, നോർത്ത് സിക്കിം, സൗത്ത് സിക്കിം പോകുന്നത് ഒരു യാത്ര തന്നെയാണ്. എസ്പെഷ്യലി നോർത്ത് സിക്കിം പോകുന്നത് ഡെഫിനറ്റ്ലി നമുക്കൊരു 1 ഡേ ഫുൾ യാത്രയാണ്. രാവിലെ 10 മണിക്ക് തുടങ്ങുന്ന യാത്ര വെച്ചപ്പോൾ വൈകുന്നേരം ആയിരിക്കും എത്തുന്നത്. 6-7 hours ആണ് പറയുന്നതെങ്കിലും കുറച്ച് ഡിലേ വരാം. നമ്മൾ ഫുഡ് കഴിക്കാൻ നിർത്തുന്നുണ്ട്, വാഷ്റൂമിൽ പോകാൻ നിർത്തുന്നുണ്ട്, പിന്നെ ഫോട്ടോസ് പോകുന്ന വഴിക്ക് കുറച്ച് വാട്ടർഫോൾസും കാര്യങ്ങളൊക്കെ കാണാനായിട്ടൊക്കെ നിർത്തുന്നുണ്ട്. അപ്പോൾ കുറച്ച് ടൈം എടുക്കും. അപ്പം ആ ഒരു ജേർണി നിങ്ങൾ 1 ഡേ അങ്ങോട്ട് പോകാനും 1 ഡേ ഇങ്ങോട്ട് വരാനും എക്സ്പെക്ട് ചെയ്യുക. ട്രാവലിംഗ് കൂടുതലായിരിക്കും സിക്കിം ട്രിപ്പ് എന്ന് പറയുന്നത്. ഞങ്ങൾക്കും ഒരു ഹാഫ് ഓഫ് ദ ട്രിപ്പ് നമുക്ക് ട്രാവലിംഗ്, ഹാഫിൽ കൂടുതൽ 60% നമുക്ക് ട്രാവലിംഗ് ആയിരുന്നു ട്രിപ്പ്.
ഞങ്ങൾക്ക് ഇഷ്ടമാണ് അങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് ഒരു സ്ഥലത്ത് 6-7 hours ഒക്കെ ഷെയർ ചെയ്യാനൊക്കെ ഇരുന്ന് നിർത്തി ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ പോകുന്ന ഇഷ്ടമായതുകൊണ്ട് നമ്മൾ എൻജോയ് ചെയ്തു. ഞാൻ പറയാണ്, ദിസ് ഇസ് ഇറ്റ്, ഇങ്ങനെയാണ് നമുക്ക് റിലാക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രിപ്പല്ല, റിലാക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമായിട്ട് സിക്കിം ആണ്, പീസ്ഫുൾ ആണ്. പക്ഷെ ജേർണി ഉള്ളതുകൊണ്ട് നമുക്ക് ഭയങ്കര റിലാക്സിങ് അല്ല, ഇത് കുറച്ച് ടയറിങ് ആയിരിക്കും. ട്രാവലിംഗ് അങ്ങനെ എക്സ്പ്ലോർ ചെയ്യാൻ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി മിസ് ചെയ്യരുതെന്ന് പറയുന്ന ഒരു സ്ഥലമാണ് സിക്കിം, അടിപൊളിയാണ്. ഓക്കെ, അപ്പോൾ അതൊക്കെയായിരുന്നു. ഐ തിങ്ക് ഇതായിരുന്നു മെയിൻ ക്വസ്റ്റ്യൻ, ബഡ്ജറ്റ് എങ്ങനെയായിരുന്നു, പെർമിറ്റ്സ് എങ്ങനെയാണ് എടുക്കേണ്ടത് എന്നുള്ളത്. ഇനിയിപ്പോൾ എന്തെങ്കിലും ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഡു കമൻറ്റ്, ഞാൻ അതിന് റിപ്ലൈ ചെയ്യാം എന്താണെന്നുള്ളത്. അപ്പം ഇതായിരുന്നു നമ്മുടെ സിക്കിം വിശേഷം എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോ കുറച്ച് പേർക്കൊക്കെ ഹെൽപ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഹാപ്പി ന്യൂ ഇയർ. പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത വർഷം വരാം. അതുവരെ ടാറ്റാ.